ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക് മെറ്റീരിയൽ ഡിസ്കവർ ചെയ്ത ഒരു ജേണിയാണ്. അതിൻ്റെ വെരി ബിഗിനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രെഡറിക് ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെന്റിലൂടെയാണ്. എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ എന്നതിലേക്ക് എത്തുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എന്താ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? നമുക്ക് ഇന്നറിയാം DNA ആണ് നമ്മളുടെ ജെനറ്റിക് മെറ്റീരിയൽ. അതായത് നമ്മളുടെ ക്യാരക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അയാളാണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം DNA ആണ് നമ്മളുടെ ജെനറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഈ ജെനറ്റിക് മെറ്റീരിയലിന്റെ ഡിസ്കവറിയിലേക്കുള്ള ഒരു ടൈം ലൈൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിലേക്ക് കടക്കുന്നത്. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം ഗ്രിഗർ മെന്റൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലെ? ഗ്രിഗർ മെന്റലിന്റെ ഫൈസം സറ്റൈവം പീ പ്ലാന്റിൽ നടന്ന എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മളുടെ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് തന്നെ ഉണ്ടാവാനുള്ള കാരണം. അതുകൊണ്ടാണ് അദ്ദേഹം ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മെന്റല് പ്രപ്പോസ് ചെയ്ത കാര്യങ്ങൾ മെന്റലിന്റെ എക്സ്പെരിമെന്റിലൂടെ മെന്റല് മനസ്സിലാക്കി കൺക്ലൂഡ് ചെയ്ത കാര്യമാണ്. എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്. അന്ന് ഫാക്ടേഴ്സ് എന്താ എന്നൊന്നും മെന്റലിന് അറിയില്ലായിരുന്നു. ഇന്ന് നമുക്കറിയാം ഫാക്ടേഴ്സ് എന്ന് മെന്റൽ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ആരെയാണ്? ജീൻസ് ആണ്. ഈ ഫാക്ടർ ഒക്കർ ചെയ്യുന്നത് പെയർ ആയിട്ടാണ്. ഒക്കേഴ്സ് ഇൻ പെയർ എന്ന് മെന്റൽ പറഞ്ഞ കാര്യമാണ്. ആൻഡ് ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് പെയർ ആയിട്ടിരിക്കുന്ന ഫാക്ടേഴ്സിൽ ഒരാൾ മാത്രമേ ഗമീറ്റിലേക്ക് എത്തുള്ളൂ. അതായത് സെഗ്രിഗേഷൻ ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് മെന്റൽ. അപ്പൊ അതിനുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രൂഫും, എന്താണ് ഫാക്ടേഴ്സ് എന്നോ അതിനുള്ള ഒരു ഫിസിക്കൽ പ്രൂഫും മെന്റലിന്റെ കയ്യിലില്ലായിരുന്നു. സിമിലർ ആയിട്ടുള്ള അപ്പൊ ഈ എക്സ്പെരിമെന്റ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്? പബ്ലിഷ് ചെയ്യുന്ന 1863-64 ആ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം കുറേ കാലം മെന്റലിന്റെ വർക്ക് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആ സിമിലർ ആയിട്ടുള്ള ആ കാലഘട്ടത്തിലാണ് 1869 ഫ്രീഡറിക് മീഷർ വരുന്നത്. മീഷർ ഹ്യൂമൻ WBCന്റെ അകത്ത് നിന്ന് ഒരു സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള ഒരുപാട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ള സംതിങ് കണ്ടുപിടിച്ചു, മെറ്റീരിയൽ കണ്ടുപിടിച്ചു. അതിന് അദ്ദേഹം പേര് കോയിൻ ചെയ്തതാണ് ന്യൂക്ലിൻ. ഇന്ന് നമുക്കറിയാം ന്യൂക്ലിൻ എന്ന് പറയുന്നത് DNA ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ജേർണി എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം 1900 സ്റ്റാർട്ടിങ്ങിലാണ്, 1900-കളിലാണ് 3 സയന്റിസ്റ്റുകൾ കൂടെ ചേർന്നിട്ട്, ഡിവ്രിസ്, കോറൻസ് ആൻഡ് വോൺ ഷെമാർക്ക് കൂടി ചേർന്നിട്ട് മെന്റലിന്റെ വർക്ക് റീഡിസ്കവർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? റീഡിസ്കവേർഡ് മെന്റൽസ് വർക്ക്. ശരിയാണല്ലോ. അപ്പം അതുവരെ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു മെന്റല് വന്നു, കുറെ പ്രോബബിലിറ്റി പറഞ്ഞു, കുറെ റേഷ്യോസ് പറഞ്ഞു, ആർക്കും മനസ്സിലായിട്ടില്ല. ഈ 1900 3 സയന്റിസ്റ്റുകൾ ഇൻഡിപെൻഡന്റ്ലി റീഡിസ്കവർ ചെയ്യായിരുന്നു ഈ റേഷ്യോസ് എല്ലാം ശരിയാണ് എന്നുള്ളത്. അതിനുശേഷം 1902 1902 2 സയന്റിസ്റ്റുകൾ, തിയോഡർ ബൊവേറി ആൻഡ് വാൾട്ടർ സട്ടൺ ആൻഡ് ബൊവേറി, ലൈറ്റ് മൈക്രോസ്കോപ്പി ഒക്കെ അഡ്വാൻസ് ചെയ്തതിന് ശേഷം ഒരു സെൽ ഡിവിഷൻ ഒബ്സർവ് ചെയ്യായിരുന്നു മൈക്രോസ്കോപ്പിലൂടെ. അപ്പം ഇവർ രണ്ടാളും ഒരു കാര്യം കണ്ടു. സ്റ്റെയിൻ ചെയ്താൽ കളറ് പിടിക്കുന്ന ഒരു ബോഡി, അതുകൊണ്ട് അവർ പേര് വിളിച്ചു ക്രോമസോം. ക്രോമസോം എന്ന് പറഞ്ഞ സ്റ്റെയിൻ ചെയ്യുമ്പോൾ കളേർഡ് ബോഡി എന്നാണ് ക്രോമസോം എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ സ്റ്റെയിൻ ചെയ്യുമ്പോൾ കളറ് പിടിക്കുന്ന ഒരു ബോഡി പെയർ ആയിട്ട് സെൽ ഡിവിഷന്റെ സമയത്ത് ഉണ്ട്. മനസ്സിലായല്ലോ. ഇനി ഇവര് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, മയോസിസിന്റെ സമയത്ത് ഗമീറ്റ് ഫോം ചെയ്യുമ്പം ഡോട്ടർ സെല്ലിലേക്ക് ഈ പെയർ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ മാത്രമേ എത്തുന്നുള്ളൂ. അപ്പൊ നോക്ക്, മെന്റല് ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർ ആണ്. ഡ്യൂറിങ് സെൽ ഡിവിഷൻ ഒരാൾ മാത്രമേ ഡോട്ടർ സെല്ലിലേക്ക് എത്തുള്ളൂ, സെഗ്രിഗേറ്റ് ചെയ്യുന്നുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം ഇവർ ഒബ്സർവ് ചെയ്യുമ്പോൾ ക്രോമസോം എന്ന് പറഞ്ഞ ഈ കളേർഡ് ബോഡിയും ഒക്കർ ഇൻ പെയർ ആണ്. നമുക്കറിയാം ക്രോമസോം ഹോമലോഗസ് പെയർ ആയിട്ടാണുള്ളത്. ആൻഡ് സെൽ ഡിവിഷന്റെ സമയത്ത്, മയോസിസിന്റെ സമയത്ത് ഡോട്ടർ സെല്ലിലേക്ക് ഒരാൾ മാത്രമേ എത്തുന്നുള്ളൂ, പെയർ ആയിട്ട് എത്തുന്നില്ല. അപ്പം ബൊവേറിക്കും സട്ടനും ഒരു കാര്യം മനസ്സിലായി. ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർ, ക്രോമസോം ഒക്കർ ഇൻ പെയർ. ആൻഡ് ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യുന്നു ഡ്യൂറിങ് സെൽ ഡിവിഷൻ ആൻഡ് ഗമീറ്റ് ഫോർമേഷൻ. എന്നാൽ പിന്നെ ആ ഫാക്ടേഴ്സ് ക്രോമസോമിന്റെ മുകളിലാവും എന്ന് പറഞ്ഞ തിയറിയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ തിയറിയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അതാണ്
അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അന്ന് ഉണ്ടായിരുന്ന ലേറ്റസ്റ്റ് തിയറി എന്ന് പറഞ്ഞത് 1902. പക്ഷേ ഈ ക്രോമസോമിന്റെ മുകളിലാണ് ഫാക്ടേഴ്സ് എന്നുള്ളതിന് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രൂഫും കൊടുക്കാൻ, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു പ്രൂഫും കൊടുക്കാൻ ഇവരുടെ പക്കലില്ലായിരുന്നു. മാത്രമല്ല, എന്താണ് ഈ ക്രോമസോം, ഈ കെമിക്കലി എന്താണ് ക്രോമസോം എന്നുള്ളതിന്റെ യാതൊരു ധാരണയും അവർക്കില്ല. അതിനുശേഷം 1910 TH മോർഗൻ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സുമായിട്ട്, നമുക്കറിയാം ഡ്രോസോഫിലയിലുള്ള ഫ്രൂട്ട് ഫ്ലൈസിലുള്ള എക്സ്പെരിമെന്റുമായിട്ട് വരുന്നത്, ലിങ്കേജും റീകോമ്പിനേഷനും ഒക്കെ കണ്ടുപിടിച്ചു. അപ്പൊ ആക്ച്വലി TH മോർഗൻ ആണ് ഈ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ എക്സ്പെരിമെന്റൽ വാലിഡേഷൻ കൊടുക്കുന്നത്, അഥവാ എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുക്കുന്നത്. ആരാണ്? TH മോർഗൻ ആണ്. അപ്പോഴും നമുക്കറിയില്ല എന്താണ് ക്രോമസോം, അത് DNA ആണോ, RNA ആണോ, പ്രോട്ടീൻ ആണോ, അതിന്റെ കെമിക്കൽ ക്യാരക്ടേഴ്സ് ഒന്നും നമുക്കറിയില്ല, അത് ജെനറ്റിക് മെറ്റീരിയൽ ആണോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഇതിനൊക്കെ ശേഷമാണ് ആക്ച്വലി ഈ പറയുന്ന ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ശേഷമാണ് എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ, ഒരു ഓർഗാനിസത്തിന്റെ കംപ്ലീറ്റ് ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ജെനറ്റിക് മെറ്റീരിയൽ എന്താണ് എന്നുള്ള അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പൊ എത്തി നിൽക്കുന്നത് ആരിലേക്കാണ്? ഫ്രെഡറിക് ഗ്രിഫിത്തിലേക്കാണ്. ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിള് പ്രപ്പോസ് ചെയ്തത്. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ് ജെനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രെഡറിക് ഗ്രിഫിത്ത് വരുന്നത്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഫ്രെഡറിക് ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആണ്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്താൻ ഉപയോഗിച്ചത് ഒരു ബാക്ടീരിയ ആണ്. ആക്ച്വലി ഫ്രെഡറിക് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ചെയ്തത് ഒരിക്കലും എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിന്റെ സ്റ്റഡീസിലായിരുന്നു ഗ്രിഫിത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ സംഭവിച്ച ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. എനിവേ, നമുക്ക് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ബാക്ടീരിയ ആയിരുന്നു. ഏത് ബാക്ടീരിയ ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അല്ലെ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ ആയിരുന്നു. ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പണ്ട് പെട്ടിരുന്നത് ഡിപ്ലോകോക്കസ് ന്യൂമോണിയ എന്നായിരുന്നു, അല്ലെങ്കിൽ ന്യൂമോകോക്കസ് ബാക്ടീരിയ എന്നും പറയാറുണ്ട്. ഈ ഡിപ്ലോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത് പണ്ട് 2002 പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യമാണ്. അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നോക്ക്, ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ കോളനികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന കോളനി എന്ന് പറയുന്നത്. കോളനി ആയിട്ട് ഇങ്ങനെ വളർന്നു വന്നാൽ ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇവിടെ 2 ടൈപ്പ് കോളനി നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് കോളനി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നോക്ക്, ചില കോളനി എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് അപ്പിയറൻസ് ആണ്, സ്മൂത്ത് ആയിട്ടുള്ള കോളനിയും ഉണ്ട്. ചില കോളനി ഇവിടെയൊക്കെ ഉള്ള ഈ കോളനി എന്ന് പറയുന്നത് കുറച്ച് റഫ് അപ്പിയറൻസ് ഉള്ള കോളനിയാണ്. അപ്പൊ 2 ടൈപ്പ് കോളനി നമുക്ക് കാണാൻ പറ്റും. സ്മൂത്ത് ആയിട്ടുള്ള കോളനി ഉണ്ട്, ആൻഡ് റഫ് ആയിട്ടുള്ള കോളനി ഉണ്ട്. എന്താണ് അതിന് കാരണം? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയ്ക്ക് 2 സ്ട്രെയിനുകൾ ഉണ്ട്. സ്മൂത്ത് കോളനി ഉണ്ടാക്കുന്ന എസ് സ്ട്രെയിൻ ബാക്ടീരിയ ഉണ്ട്, അതുപോലെ റഫ് കോളനി ഉണ്ടാക്കുന്ന ആർ സ്ട്രെയിൻ ബാക്ടീരിയയും ഉണ്ട്. അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കലി ചെറിയ ഡിഫറൻസ് ഉള്ള 2 സെയിം സ്പീഷീസിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്നൊക്കെ പറയാ. ഇവരൊരിക്കലും 2 സ്പീഷീസ് അല്ല, ഒരേ സ്പീഷീസിൽ പെട്ട 2 ഡിഫറെന്റ് ജെനറ്റിക് മേക്കപ്പ് ഉള്ള ആളുകളാണ് സ്ട്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ. അതിനുള്ള ഒരു അനാലജി, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പട്ടി എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ് അല്ലെ? ഡോഗ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. അതില് ഡാൽമേഷ്യൻ, അൽസേഷ്യൻ, ലാബ്രഡോർ എന്ന് പറയുന്ന ബ്രീഡുകൾ ഉണ്ടല്ലോ, ഇവരെല്ലാം ഒരേ സ്പീഷീസ് ആണ്, ഡിഫറെന്റ് ടൈപ്പ് ആണ്. അപ്പൊ അതിനെക്കാട്ടിലും സിമിലർ ആയിട്ടുള്ള ഒരേ സ്പീഷീസ് തന്നെയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അതിൽ വന്ന ചെറിയ ജെനറ്റിക് മേക്കപ്പ് ഉള്ള വെറൈറ്റീസ് ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. 2 സ്ട്രെയിൻ ആണുള്ളത്, ആർ സ്ട്രെയിൻ ആൻഡ് എസ് സ്ട്രെയിൻ. അപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആണ്. എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഈ എസ് സ്ട്രെയിൻ ബാക്ടീരിയന്റെ പ്രത്യേകത, ഇയാൾ സ്മൂത്ത് കോളനി ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, എസ് സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ചുറ്റും ഒരു ക്യാപ്സിഡ് നമുക്ക് കാണാൻ പറ്റും. ഒരു പോളിസാക്കറൈഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്യാപ്സിഡ്, ഒരു കോട്ടിങ് നമുക്ക് കാണാൻ പറ്റും. ഒരു പോളിസാക്കറൈഡ്
കോട്ടിങ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അപ്പൊ ഈ പോളിസാക്കറൈഡ് കോട്ട് ഉള്ളത് കൊണ്ടാണ് എസ്ട്രെയിൻ ബാക്ടീരിയയുടെ കൂട്ടത്തിനെ നമുക്ക് സ്മൂത്ത് അപ്പിയറൻസിൽ കാണാനുള്ള കാരണം. അപ്പൊ നോക്ക്, ഈ പോളിസാക്കറൈഡ് കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ നമുക്കറിയാം മാമൽസിൽ, അതായത് മൗസിലും മനുഷ്യന്മാരിലും ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഇൻഫെക്ഷൻ ഉണ്ടാക്കിയാൽ എന്ത് അസുഖമാണ് ഉണ്ടാവുക? ന്യൂമോണിയാണ് ഉണ്ടാവുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിൻ ആയിരുന്നു ഗ്രിഫിത്ത് കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ എസ്ട്രെയിൻ ബാക്ടീരിയ പോളിസാക്കറൈഡ് കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മൗസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ പോളിസാക്കറൈഡ് കോട്ട് ഉള്ളത് കൊണ്ട് അയാളുടെ അകത്തുള്ള ഇമ്മ്യൂൺ സെൽസിന്, അതായത് മാക്രോഫേജസിന്, അതായത് ഫാഗോസൈറ്റിക് സെൽസിനൊന്നും ഇയാളെ എൻഗൾഫ് ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഒരു മൗസിന്റെ അകത്തേക്ക് എസ്ട്രെയിൻ ബാക്ടീരിയ ഇഞ്ചെക്ട് ചെയ്താൽ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ ആ എലിക്ക് ഒരു അസുഖം ഉണ്ടാവും. എന്താ അസുഖം? ന്യൂമോണിയ ഉണ്ടാവും. ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യും. അപ്പം എസ്ട്രെയിന് ഇൻഫെക്ട് ചെയ്യാൻ, ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എസ്ട്രെയിൻ എന്ന് പറയുന്നത് വിറുലന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അസുഖം ഉണ്ടാക്കാൻ കഴിവുള്ള സ്ട്രെയിൻ ആണ്, വിറുലന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ആർ സ്ട്രെയിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പൊ റഫ് കോളനി ഉണ്ടാക്കുന്ന സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ ആണ് ആർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ആർ സ്ട്രെയിൻ ബാക്ടീരിയ. അപ്പം ആർ സ്ട്രെയിൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചുറ്റും ഒരു പോളിസാക്കറൈഡ് കോട്ട് നമുക്ക് കാണാൻ പറ്റൂല. കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം അയാൾക്ക് ചുറ്റും ഒരു പോളിസാക്കറൈഡ് കോട്ട് ഇല്ല. നോ പോളിസാക്കറൈഡ് കോട്ട്. അപ്പൊ പോളിസാക്കറൈഡ് കോട്ട് ഇല്ല എങ്കിൽ, ആ പോളിസാക്കറൈഡ് കോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അയാളുടെ കോളനിയുടെ അപ്പിയറൻസ് റഫ് അപ്പിയറൻസ് ആവാനുള്ള കാരണം. അപ്പൊ നോക്ക്, ഈ ആർ സ്ട്രെയിൻ ബാക്ടീരിയനെ നമ്മളൊരു മൗസിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ അയാൾക്ക് പോളിസാക്കറൈഡ് കോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ബാക്ടീരിയനെ നശിപ്പിച്ച് കളയും. ആർ സ്ട്രെയിൻ ബാക്ടീരിയ എടുത്ത് ഇഞ്ചെക്ട് ചെയ്തു, അയാൾക്ക് പോളിസാക്കറൈഡ് കോട്ടില്ല. അപ്പം നേരെ ബ്ലഡിലേക്കാണ് ഈ ബാക്ടീരിയ, മൗസിന്റെ ബ്ലഡിലേക്കാണ് ബാക്ടീരിയ എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫാഗോസൈറ്റിക് ആയിട്ടുള്ള സെൽസ് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഈ പറയുന്ന ആർ സ്ട്രെയിൻ ബാക്ടീരിയനെ നശിപ്പിച്ച് കളയും. കാരണം പോളിസാക്കറൈഡ് കോട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇയാൾക്ക് ന്യൂമോണിയ കോസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. ഡസ് നോട്ട് കോസ് ന്യൂമോണിയ. അപ്പം ന്യൂമോണിയ പരത്താനുള്ള കഴിവില്ല. ശരിയല്ലേ? ന്യൂമോണിയ കോസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ഇയാള് വിറുലന്റ് ആണോ? അസുഖം വരുത്തുന്ന ആളാണോ? അല്ല. അപ്പം ഇയാള് വിറുലന്റ് അല്ല, വിറുലന്റ് ആണ്. വിറുലന്റ് അല്ലാത്ത സ്ട്രെയിൻ ആരാ എന്ന് ചോദിച്ചാൽ ആർ സ്ട്രെയിൻ ആണ് വിറുലന്റ് അല്ലാത്ത സ്ട്രെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പം എക്സ്പെരിമെന്റ് മനസ്സിലാക്കാൻ വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി എക്സ്പെരിമെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മൗസിനെ ഡിഫറെന്റ് സ്ട്രെയിൻ എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 തരത്തിലാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം ഒരു മൗസിനെടുക്കും. ആ മൗസിനെ ഇഞ്ചെക്ട് ചെയ്യാൻ പോവുകയാണ്. ഇഞ്ചെക്ട് ചെയ്യുന്നത് ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് എസ് സ്ട്രെയിൻ ആണ്. എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിറുലന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. ക്ലിയർ ആണല്ലോ? വിറുലന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. ആൻഡ് വിറുലന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ എലിയില് എന്ത് വന്നിട്ടുണ്ടാവും? ന്യൂമോണിയ അസുഖം വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെ ന്യൂമോണിയ വന്നാല് എലി എന്ത് ചെയ്യൂടാ? ചത്തുപോവും. എലി ഡെഡായി പോവും. ശരിയാണല്ലോ? എസ്ട്രെയിന് ഒരു എലിയില് കുത്തിവെച്ചു. ആ എസ്ട്രെയിന് വിറുലന്റ് ആയതുകൊണ്ട് തന്നെ എലിക്ക് ന്യൂമോണിയ വന്നു, എലി ചത്തുപോയി. അപ്പൊ ഗ്രിഫിത്ത് ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്തിരുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല്, ഈ ചത്തുപോയ എക്സ്പെരിമെന്റിന് ഉപയോഗിച്ചിരുന്ന എലി, ഈ എക്സ്പെരിമെന്റിന് ഉപയോഗിച്ചിരുന്ന എലിയിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് എടുക്കും. ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എസ്ട്രെയിൻ വിറുലന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിവൈഡ് ചെയ്ത് അസുഖം വന്ന് ന്യൂമോണിയ ബാധിച്ചാണ് എലി ചത്തത്. സ്വാഭാവികമായിട്ടും ആ ചത്ത എലിക്കകത്ത് നിന്ന് നമുക്ക് എസ്ട്രെയിൻ ബാക്ടീരിയ റിക്കവർ ചെയ്യാൻ പറ്റും. എസ്ട്രെയിൻ ബാക്ടീരിയ
റിക്കവർ ചെയ്യാൻ പറ്റൂലേ? എസ്ട്രെയിൻ ബാക്ടീരിയ റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രീതിയിലുള്ള എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആർ സ്ട്രെയിന് ഇഞ്ചക്ട് ചെയ്യായിരുന്നു. അപ്പൊ ആർ സ്ട്രെയിൻ ഇഞ്ചക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് ചുറ്റും പോളിസാക്കറൈഡ് കോട്ടിംഗ് ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ആർ സ്ട്രെയിൻ ഇഞ്ചക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? എലിയുടെ ബ്ലഡിലേക്ക് ആർ സ്ട്രെയിൻ എത്തും. എലിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഫാഗോസൈറ്റിക് സെൽസ് ആർ സ്ട്രെയിനെ എൻഗൾഫ് ചെയ്യും, ഇല്ലാതെയാക്കും. ശരിയാണല്ലോ. അപ്പം ആർ സ്ട്രെയിൻ ആണ് ഇഞ്ചക്ട് ചെയ്യുന്നത് എങ്കിൽ അയാൾ വിറുലന്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. മൗസ് എന്തായിരിക്കും? ലൈവ് ആയിരിക്കും. ശരിയല്ലേ? മൗസ് ലൈവ് മൗസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അടുത്തത് ഗ്രിഫിത്ത് എന്താ ചെയ്യുക? ഈ മൗസിന്റെ ബ്ലഡ് സാമ്പിള് കളക്ട് ചെയ്യും. ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ആർ സ്ട്രെയിൻ ആണ് ഇഞ്ചക്ട് ചെയ്തത്. ആർ സ്ട്രെയിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സമ്മതിച്ചിട്ടില്ല, അതിന്റെ മുന്നേ ഇല്ലാതെയാക്കി. സോ സ്വാഭാവികമായിട്ടും യാതൊരു വിധത്തിലുള്ള ബാക്ടീരിയ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോ നോ ബാക്ടീരിയ റിക്കവേർഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ എസ്ട്രെയിൻ ആയി, ആർ സ്ട്രെയിൻ ഇഞ്ചക്ട് ചെയ്തു. ഇനി അടുത്തത് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ ആണ് ഇഞ്ചക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ കോളനീന്റെ അകത്തുള്ള ഒരു ബാക്ടീരിയയാണ് എസ്ട്രെയിൻ ബാക്ടീരിയ. ഓക്കെ, എസ്ട്രെയിൻ ബാക്ടീരിയയാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് എസ്ട്രെയിൻ ബാക്ടീരിയ. ഒക്കെ ചുറ്റും പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാവും, ഞാൻ വരച്ചിട്ടില്ല. ഈ എസ്ട്രെയിൻ ബാക്ടീരിയനെ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ട്രീറ്റ് ചെയ്തു. അപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്താൽ ഈ ബാക്ടീരിയന്റെ സെൽ വാൾ ഉണ്ടല്ലോ, സെൽ വാള് റെപ്ചർ ചെയ്യും. സെൽ വാള് റെപ്ചർ ചെയ്താൽ ഇയാൾ ആരായി മാറി? ഡെഡ് ആവും. ശരിയല്ലേ? ഇയാള് ചത്ത ബാക്ടീരിയ ആയി മാറും, ഡെഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആവും. ഇപ്പൊ നോക്ക്, ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത ഈ എസ്ട്രെയിൻ ബാക്ടീരിയനെ ചത്തുപോയില്ലേ? ഈ ബാക്ടീരിയ ചത്തുപോയല്ലോ, അയാളെയാണ് നമ്മള് ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയാം. അപ്പൊ എസ്ട്രെയിൻ ആണ് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ളത്. ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ആണ് ഞാൻ ഇവിടെ വരച്ചത്. ക്ലിയർ ആണോ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ വരച്ചത് എന്ന് ചോദിച്ചാൽ, അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ഗ്രിഫിത്ത് ഉപയോഗിച്ചത് ആരെയാണ്? ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ആണ്. ചത്ത ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയനെ എടുത്തത്? എസ്ട്രെയിൻ ആണ്. അപ്പൊ നോക്ക്, അടുത്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ ബാക്ടീരിയനെ എടുത്തു. ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയ. അപ്പം ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? എസ്ട്രെയിൻ വിറുലന്റ് സ്ട്രെയിൻ ആണ്, പക്ഷേ ഇയാൾ എന്താണ്? ഹീറ്റ് കിൽഡ് ആണ്. ഹീറ്റ് കിൽഡ് ആണെന്നുണ്ടെങ്കിൽ ചത്ത ബാക്ടീരിയനെ അല്ലടാ കുത്തി വെക്കുന്നത്. ചത്ത ബാക്ടീരിയനെ കുത്തി വെച്ചാൽ അയാൾക്ക് ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. സോ ചത്ത ബാക്ടീരിയനെ കുത്തി വെച്ചാൽ സ്വാഭാവികമായിട്ടും ആ എലിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇല്ല. അപ്പൊ ആ എലി ലൈവായിട്ട് കണ്ടിന്യൂ ചെയ്യൂലേ? അയാളും ലൈവാണ്. ക്ലിയർ ആണല്ലോ? അയാളും ലൈവാണ്. കാരണം ചത്ത ബാക്ടീരിയയ്ക്ക് ഒരിക്കലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ എലിയിൽ നിന്നും ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യല്ലോ. വല്ല ബാക്ടീരിയയും റിക്കവർ ചെയ്യോ? ഇല്ല. നോ ബാക്ടീരിയ റിക്കവേർഡ്. ഒരു ബാക്ടീരിയയും റിക്കവർ ചെയ്യാൻ ഗ്രിഫിത്തിന് പറ്റിയിട്ടില്ല. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ എക്സ്പെരിമെന്റ് ഇതായിരുന്നു. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ട് ചിന്തിക്കേണ്ടി വന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നോക്ക്, അടുത്തതായിട്ട് ഗ്രിഫിത്ത് ചെയ്ത എക്സ്പെരിമെന്റ്, അദ്ദേഹം ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ എടുത്തു ആൻഡ് ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. എന്താ ചെയ്തത്? ഹീറ്റ് കിൽഡ് എസും ആർ സ്ട്രെയിനും മിക്സ് ചെയ്തു. ഹീറ്റ് കിൽഡ് എസ് എന്ന് പറയുന്നത്, ഹീറ്റ് കിൽഡ് എസ്ട്രെയിന് എന്ന് പറയുന്നത് നമുക്കറിയാം എലീനെ കൊന്നിട്ടില്ല. അതേപോലെ തന്നെ ആർ സ്ട്രെയിൻ എന്ന് പറയുന്നതും
എലീനെ കൊന്നിട്ടില്ല. ശരിയല്ലേ? പ്രീവിയസ് ആയിട്ട് നടത്തിയ എക്സ്പെരിമെന്റ് എന്താ? ആർ സ്ട്രെയിന് എലീനെ കൊന്നിട്ടില്ല. ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനും എലീനെ കൊന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രിഫിത്ത് എക്സ്പെക്ട് ചെയ്തത് ഇവരെ രണ്ടാളെയും കൂടി മിക്സ് ചെയ്തിട്ട് ഇഞ്ചക്ട് ചെയ്താല് എലി ചാവുന്നാണോ? അല്ല. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിച്ചത് 5 ദിവസം കഴിഞ്ഞപ്പം എലിക്ക് ന്യൂമോണിയ വന്നു, എലി ചത്തു, എലി ഡെഡായി. ശരിയല്ലേ? എലി ഡെഡായി. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു. നോക്ക്, ആർ സ്ട്രെയിൻ മാത്രം ഇഞ്ചക്ട് ചെയ്യുമ്പം എലി ചാവുന്നില്ല, ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ മാത്രം ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എലി ചാവുന്നില്ല. ഇങ്ങനെ എലി ചാവാത്ത 2 ബാക്ടീരിയനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എലി ചത്തുപോയി. അപ്പൊ എന്താ കാരണം എന്നുള്ളത് ഗ്രിഫിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് തന്നെ ആയിരുന്നു. അപ്പൊ ഗ്രിഫിത്തിന് അന്നുള്ള റിസർച്ചുകളൊക്കെ വായിച്ചിട്ട് ഒരു കാര്യം നല്ല ഉറപ്പുള്ള കാര്യമായിരുന്നു. അതായത് ജീവനുള്ള ഒരു വിറുലന്റ് സെല്ലിന് മാത്രമേ ന്യൂമോണിയ പരത്താനും എലിയെ കൊല്ലാനും പറ്റുള്ളൂ എന്നുള്ള കാര്യം ഗ്രിഫിത്തിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ എലീൻ്റെ അകത്ത് ഈ ചത്ത എലീൻ്റെ അടുത്തുനിന്ന് ബ്ലഡ് റിക്കവർ ചെയ്യും. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിന്റെ ഭാഗമാണത്. റിക്കവർ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഏതെങ്കിലും ബാക്ടീരിയ ഉണ്ടായിരുന്നോ നോക്കും അല്ലെ? ഏതെങ്കിലും ബാക്ടീരിയ കാണാൻ പറ്റുമോ? കാണാൻ പറ്റി. ഗ്രിഫിത്തിന് അന്ന് കാണാൻ പറ്റിയ ബാക്ടീരിയ എന്ന് പറയുന്നത് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആണ്. എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആണ് ഗ്രിഫിത്തിന് അന്ന് കാണാൻ പറ്റിയത്. അപ്പൊ നോക്ക്, ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിനും ഉണ്ട്, ആർ സ്ട്രെയിനും ഉണ്ട്. പക്ഷെ ന്യൂമോണിയ ഇത് മിക്സ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്തപ്പോൾ എലിക്ക് ന്യൂമോണിയ വന്നു. ഈ ന്യൂമോണിയ വന്ന് ചത്തുപോയ എലീൻ്റെ അടുത്തുനിന്ന് റിക്കവർ ചെയ്ത് ബാക്ടീരിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ലൈവ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ ബാക്ടീരിയ. അപ്പം ഇതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഗ്രിഫിത്ത് കൊടുക്കുന്നത്. നമുക്കറിയാം ആർ സ്ട്രെയിൻ ബാക്ടീരിയയുടെ കൂടെ എസ് സ്ട്രെയിൻ ബാക്ടീരിയ ഒരുമിച്ചിട്ടുകൊണ്ടാണ് ഇഞ്ചക്ട് ചെയ്തത്. അപ്പം എലിയുടെ ബ്ലഡിൽ നിന്നും റിക്കവർ ചെയ്തത് പക്ഷെ എന്താണ്? എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആണ്. ലൈവ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആണ് റിക്കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് ഗ്രിഫിത്ത് കൊടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ആർ സ്ട്രെയിൻ ബാക്ടീരിയ എസ് സ്ട്രെയിൻ ബാക്ടീരിയയായി മാറി. ആർ സ്ട്രെയിൻ ബാക്ടീരിയ എസ് സ്ട്രെയിൻ ബാക്ടീരിയയായി ട്രാൻസ്ഫോം ചെയ്തു. ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുക. ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത് അത് അന്നും ഗ്രിഫിത്ത് വിളിച്ചാണ്, ഇന്നും ട്രാൻസ്ഫോർമേഷൻ, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് വിളിക്കുക. സോ ദ ടേം ട്രാൻസ്ഫോർമേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം 2014 നീറ്റിന് ചോദിച്ച ചോദ്യമായിരുന്നു ട്രാൻസ്ഫോർമേഷൻ ആരാണ് കണ്ടുപിടിച്ചത് എന്ന്. ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിലൂടെയാണ്. സോ ഗ്രിഫിത്ത് ആണ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ആർ സ്ട്രെയിൻ ബാക്ടീരിയ എങ്ങനെ എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആയി ട്രാൻസ്ഫോം ചെയ്തു? ആ ഒരു ചോദ്യത്തിനും കൂടെ നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ശരിയല്ലേ? എടാ നോക്ക്, ആർ സ്ട്രെയിൻ ബാക്ടീരിയ വെറുതെ എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആയി മാറുന്നുണ്ടോ? ഇല്ല. ആർ സ്ട്രെയിൻ ബാക്ടീരിയ ചുമ്മാ ഒരിക്കലും എസ് സ്ട്രെയിൻ ആയി മാറുന്നില്ല. ഒരു ബാക്ടീരിയയും ലൈവ് ആയിട്ടുള്ള മൗസില് റിക്കവർ ചെയ്തിട്ടില്ല. സോ ആർ സ്ട്രെയിൻ ഒരിക്കലും എസ് സ്ട്രെയിൻ ആയി ചുമ്മാ മാറില്ല. ആർ സ്ട്രെയിൻ എപ്പോഴാണ് എസ് സ്ട്രെയിൻ ആയി മാറുന്നത്? ആർ സ്ട്രെയിൻ എപ്പോൾ മാത്രമേ എസ് സ്ട്രെയിൻ ആയി മാറുന്നുള്ളൂ? ഒരു ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ്റെ അല്ലെങ്കിൽ എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ എസ് സ്ട്രെയിൻ ആയി ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഗ്രിഫിത്ത് അന്ന് എന്ത് പറഞ്ഞു എന്നറിയോ? ആർ സ്ട്രെയിൻ ബാക്ടീരിയയുടെ കൂടെ എപ്പോഴും എന്തുണ്ടായിരുന്നു? ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ. ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്നും സംതിങ് സംഹൗ എന്തോ ഒരു സാധനം ഞാൻ അയാളവിടെ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു സാധനം സംതിങ് സംഹൗ ആർ സ്ട്രെയിനിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയ ഈ സംതിങ് സംഹൗ എത്തിയ ഈ ആള് കാരണമാണ് ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിൻ ആയി ട്രാൻസ്ഫോം ചെയ്തത്. അപ്പം ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിൻ ആയി ട്രാൻസ്ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ സംതിങ് സംഹൗ എന്തോ ഒന്ന് എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ എത്തിയ എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ എന്തോ ഒന്നിനെയാണ് ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. സോ ഇയാളാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ.
അപ്പൊ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത് ഇന്ന് നമുക്കറിയാം. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇന്ന് എന്താണ്? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ DNA ആണ്. അപ്പം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ DNA ആണോ RNA ആണോ പ്രോട്ടീൻ ആണോ എന്നൊന്നും അന്ന് അറിയില്ല. പ്രോട്ടീൻ ആണോ RNA ആണോ DNA ആണോ എന്നൊന്നും അന്ന് അറിയുന്ന കാര്യമല്ല. അപ്പൊ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സംതിങ് സംഹൗ ആർ സ്ട്രെയിനിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിൻ ആയി മാറിയത്. ആ എത്തിയ സാധനം ആക്ച്വലി DNA ആണ്. ആ എത്തിയ സാധനത്തിനെയാണ് ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന്റെ കെമിസ്ട്രി, അതിന്റെ കെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഒന്നും ഗ്രിഫിത്തിന് അറിയുന്നില്ല, അന്നത്തെ കാലത്ത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആർ സ്ട്രെയിനിലേക്ക് എത്തിയത് കൊണ്ടാണല്ലോ അയാൾ ജനറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്തത്. അതുകൊണ്ട് ഈ എത്തിയ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഈ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്നും കൂടെ ഗ്രിഫിത്ത് പറഞ്ഞു. ഈ എത്തിയ ആൾ എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ ജനറ്റിക് മെറ്റീരിയൽ അയാളുടെ കെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഒന്നും അറിയാതെ തന്നെ മെന്റലിന് പറയാൻ പറ്റി. അപ്പൊ ഗ്രിഫിത്തിന് ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന്റെ ഒരു കെമിക്കൽ ക്യാരക്ടറൈസേഷനും അറിയാതെ തന്നെ പറയാൻ പറ്റി ഇയാളാണ് ജനറ്റിക് മെറ്റീരിയൽ. കാരണം എന്താ? ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആർ സ്ട്രെയിനിൽ വന്നപ്പം ആർ സ്ട്രെയിന് ജനറ്റിക്കലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ് സ്ട്രെയിൻ. സോ വന്ന ആള് എന്ന് പറയുന്നത് എന്തായാലും ജനറ്റിക് മെറ്റീരിയൽ ആവണം എന്ന് മനസ്സിലാക്കി. ഇനി ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആരാ എന്ന് ചോദിച്ചാൽ അന്നത്തെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സയന്റിസ്റ്റുകളും വിശ്വസിച്ചിരുന്നത് പ്രോട്ടീൻ ആയിരുന്നു എന്നാണ്. അപ്പൊ ഇയാൾ വന്നത് പ്രോട്ടീൻ ആണെന്നോ RNA ആണെന്നോ DNA ആണെന്നോ ഒന്നും അന്ന് അറിയില്ല. പിന്നെ ലേറ്റർ ആയിട്ട് വന്ന 3 സയന്റിസ്റ്റുകളാണ് ഈ ബയോ കെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, ഇയാള് DNA ആണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. സോ അതാണ് നമ്മളുടെ അടുത്ത വീഡിയോ. ആ 3 സയന്റിസ്റ്റുകൾ ആരാ എന്ന് നിങ്ങൾക്ക് അറിയാം. ഓസ്വേൾഡ് അവെറി, കോളിൻ മക്ലിയോയിഡ് ആൻഡ് മക്ലീൻ മെക്കാർട്ടി. അപ്പൊ ഈ 3 സയന്റിസ്റ്റുകൾ ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ DNA ആണ് എന്ന് കണ്ടുപിടിച്ച ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും എന്നോട് ചോദിക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.